അവരെന്താ ഇനിയും ഒരുങ്ങി വരാത്തത്? ഒരു ദൂരയാത്രയ്ക്ക് പോകുന്നല്ലേ അച്ഛ അവര്. വന്നോളും. കല്യാണം കഴിഞ്ഞിട്ട് അവർ ആദ്യമായിട്ടല്ലേ ഇത്രയും ദൂരെ പോകുന്നത്. അതെ അതെ അച്ഛാ, സത്യം പറഞ്ഞാൽ നമ്മൾ മുൻകൈ എടുത്ത് നേരത്തെ തന്നെ അവരെ എങ്ങോട്ടെങ്കിലും വിടേണ്ടതായിരുന്നു. റിലാക്സ് ചെയ്തേ കാർ ഓടിക്കാവൂ. വളരെ പതുക്കെ പോയാൽ മതി. അവിടെ അക്കോമഡേഷൻ ഒക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ഒരു ടെൻഷന്റെ കാര്യമില്ല. അച്ഛന്റെ അഡ്വൈസ് കേട്ടാ തോന്നും ആക്കി ആദ്യമായിട്ടാ കാർ ഓടിക്കുന്നതെന്ന്. അച്ഛൻ നമ്മുടെ 3 പേരുടെയും കാര്യത്തില് ഇങ്ങനെ തന്നെയാണല്ലോ എന്നും. ഏതൊരു അച്ഛന്റെയും മനസ്സാതാണ്. സ്കൂളിലേക്ക് സ്വന്തം കുട്ടിയെ പഠിക്കാൻ അയച്ചിട്ട് തിരിച്ചു വരാൻ കാത്തു നിൽക്കുന്ന ഒരു അച്ഛന്റെ ഉത്കണ്ഠയാണത്. അച്ഛൻ ഒരു ടെൻഷനും വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ലേലത്തിന് നമ്മുടെ പ്രധാന എതിരാളി ജഗന്നാഥനാണ്. ഉടമായേം കാണും. ഫാക്ടറി പിടിക്കാൻ വേണ്ടി ജഗൻ എന്ത് വൃത്തിയായിട്ട തന്ത്രവും പയറ്റും. സൂക്ഷിക്കണം. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. കോമ്പറ്റീഷൻ ടൈറ്റായ ലേലത്തിൽ നിങ്ങൾ വിട്ടേക്കണം. ചക്രശ്വാസം വലിച്ച് നമുക്ക് ഫാക്ടറി ഒന്നും പിടിക്കണ്ട. അച്ഛൻ എന്നെ അയക്കുന്നത് ഗ്രീൻ വാലി സ്പൈസസ് ഫാക്ടറി ലേലത്തിന് പിടിക്കാനാ. ഞാൻ ആനന്ദ് വർമ്മയുടെ മകനായതുകൊണ്ട് അത് ലേലത്തിൽ പിടിച്ചിരിക്കാം. എതിർപക്ഷത്തുള്ളത് ജഗന്നാഥനായതുകൊണ്ട് അയാളെ തോപ്പിക്കാൻ വേണ്ടി ആ ഫാക്ടറി നമുക്ക് കൂടിയേ തീരും. എന്നാലും ഇനി താമസം വേണ്ട, ഇറങ്ങാൻ നോക്കും. അല്ല, വസുവിനെ കണ്ടില്ലല്ലോ. വസു, വസു, അഖിലും ശ്യാമയും മൂന്നാറിന് പോകാൻ ഒരുങ്ങുന്നു. അവരെ അനുഗ്രഹിച്ച യാത്രയാക്കി. അത് പറയാനാ ഞാൻ വന്നത്. ഒരു കാരണവശാലും അഖിയോടൊപ്പം ശ്യാമ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്താ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനവന്റെ ഭാര്യയല്ലേ കൂടെ കൊണ്ടുപോകുന്നത്? എന്നെ സംബന്ധിച്ച് ഇവളെ ഇവന്റെ ഭാര്യയായി ഞാൻ അംഗീകരിച്ചിട്ടില്ല. അതിവിടെ എല്ലാവർക്കും അറിയാം. അമ്മ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതിന്റെ മറുപടിയും തന്നിട്ടുണ്ട്. അച്ഛനും ഏട്ടന്മാരും പിന്നെ ഞാനും. ഇവൾ എന്റെ ഭാര്യയാണ്. ഈ ജന്മം ഇവൾ എനിക്കും ഇവൾക്ക് ഞാനും ഉള്ളതാ. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിച്ചു വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം മാത്രം ഞാൻ അനുവദിക്കില്ല. ഒരു വഴക്കുണ്ടാക്കി അമ്മയുടെ എതിർപ്പ് പിടിച്ചുപറ്റി ഞാൻ ഇങ്ങനൊരു യാത്രക്കില്ല. ഞാൻ വരുന്നില്ല സർ. എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്? അഖിലിനെ ലേലത്തിൽ പങ്കെടുക്കാൻ മൂന്നാറിന് പോയേ പറ്റൂ. അതിന് അവനെ ഒറ്റയ്ക്ക് അയക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്, അഖിലിന്റെ കൂടെ അമ്മ പോട്ടെ. ഫലത്തിൽ അഖിൽ അവന്റെ ഭാര്യയെ പെരുവഴി കൊണ്ട് കളയണം. അതാണ് ഇവിടെ ചിലരുടെ മനസ്സിലിരിപ്പ്. അമ്മേ, ഇത് ഇവിടുത്തെ ന്യായമാ. അമ്മ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോ? അമ്മേ, അവര് പോയിട്ട് വരട്ടെ അമ്മേ. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. അഥവാ എന്നെ ധിക്കരിച്ചു പോയാൽ തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല.
നോക്ക്, മക്കളുടെ മരുമക്കളുടെ മുന്നിൽ വെച്ച് ഒരു പരിധിക്കപ്പുറം എനിക്ക് വസുവിനോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ചാൽ അത് വസുവിന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും. പക്ഷേ ഇവിടെ വെച്ച് എൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ഹൃദയം തുറന്ന് പലതും സംസാരിക്കാം. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവിടെ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് ഇവിടെ സംസാരിക്കാനില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. വസു ശ്യാമയെ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും അഖി ശ്യാമയെ അവന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. തന്നോടൊപ്പം ആരാണ് മൂന്നാറിലേക്ക് വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവനല്ലേ? അഖിയുടെ മേൽ എനിക്ക് അവകാശമുണ്ട്. അവൻ എന്റെ മോനാ. വിവാഹത്തോടെ അവനൊരു അവകാശം കൂടി വന്നു കഴിഞ്ഞു, അവന്റെ ഭാര്യ. ആ അവകാശിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. ആ അവകാശിയെ ഞാൻ അംഗീകരിച്ചിട്ടില്ലെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വസു എവിടെയാ ജീവിക്കുന്നത്? മൂഢസ്വർഗത്തിലോ? എന്തൊരു ബുദ്ധിശൂന്യതയാ വിളിച്ചു പറയുന്നത്. ഭാര്യയുമായി പൊരുത്തപ്പെട്ടു പോകണമെന്ന എന്റെ ആഗ്രഹവും തീരുമാനവും പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു തരത്തിലും വസു ഇണങ്ങിയില്ലെന്ന് വെച്ചാൽ ഞാനെന്ത് ചെയ്യാനാ? മക്കളുടെ കാര്യത്തിൽ ആനന്ദേട്ടനെ പോലെ എനിക്കും അഭിപ്രായമുണ്ട്. അഭിപ്രായം ഉണ്ടാവണം, പക്ഷെ അത് സൃഷ്ടിപരമായിരിക്കണം. മക്കളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാവരുത്. ഒരു അമ്മയുടെ അഭിപ്രായ ഞാൻ പറഞ്ഞത്. അതൊരു അമ്മയുടെ അഭിപ്രായമല്ല, അധികാരിയുടെ അഭിപ്രായമാണ്. അത്തരം അഭിപ്രായങ്ങളൊന്നും ഒരു കാലത്ത് ഒരു മക്കളും അംഗീകരിക്കില്ല. അച്ഛനമ്മമാരുടെ അഭിപ്രായങ്ങളൊക്കെ മക്കൾ അംഗീകരിച്ചേ പറ്റൂ. എത്ര പറഞ്ഞാലും വസുവിന് കാര്യങ്ങൾ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഞാൻ ഇനി എന്റെ ചില തീരുമാനങ്ങൾ അങ്ങോട്ട് അറിയിക്കുകയാണ്. ആനന്ദ നിലയം എന്ന നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണം. ഏതൊരു പിതാവിനെ പോലെ എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. മക്കളെ പിരിച്ച് ഓരോരോ കുടുംബങ്ങളാക്കി ഞാൻ പിരിക്കാത്തത് ഒരുപക്ഷെ എന്റെ സ്വാർത്ഥതയെ തോന്നാം. മരണം വരെ മക്കളും അവരുടെ കുടുംബവും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛന്റെ ഒരു വലിയ സ്വപ്നമാണത്. മകൻ വിവാഹം കഴിച്ച പെണ്ണിനെ അംഗീകരിക്കില്ലെന്ന് വസു വാശി പിടിക്കുമ്പോൾ ആ മകൻ പെറ്റമ്മയെ തള്ളി പറയും. അത് കണ്ടു നിൽക്കാനുള്ള മനസ്സൊന്നുമല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും എന്നേക്കും ഇറങ്ങുകയാണ്. ഇത് സമാധാനം തേടിയുള്ള ഒരു യാത്രയാണ്. എന്നെ ഒറ്റയ്ക്കാക്കി ആനന്ദേട്ടന് ഇവിടുന്ന് പോകാൻ പറ്റുമോ? എന്റെ വസു ഒറ്റപ്പെടുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ല. എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവൾ അവളുടെ മക്കളുടെ ശത്രുവായി മാറുന്നത് നോക്കി നിൽക്കാനുള്ള കേൾപ്പും എനിക്കില്ല. ആനന്ദേട്ടനും മക്കളും അടങ്ങുന്നതാ എന്റെ ലോകം. ആനന്ദേട്ടൻ എന്നെ വിട്ടുപോയാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. വസു, ആനന്ദേട്ടാ, അഖിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശ്യാമയെ മൂന്നാറിന് കൊണ്ടുപോയിക്കോട്ടെ. വസു, എന്റെ പഴയ വസുവിനെ എനിക്ക് തിരിച്ചു കിട്ടി. ദൈവത്തിന് 1000 നന്ദി. ഏട്ടാ, നമ്മുടെ അമ്മ എന്താ ഇങ്ങനെ മാറിപ്പോയത്? ഞാനും അത് തന്നെയാണ് കുറെ നാളായിട്ട് ആലോചിക്കുന്നത്.
എരിയാത്ത തീ പിന്നെയും കത്തിച്ച് അതിൽ എണ്ണ ഒഴിക്കുന്ന ചിലരുണ്ട് ഈ വീട്ടില്. അപ്പൊ പിന്നെ നമ്മുടെ അമ്മ എങ്ങനെ മാറാതിരിക്കും? അതെ, നിങ്ങൾ വെറുതെ വസുന്ധരെ കുറ്റം പറയണ്ട. വസുന്ധരെ ഒരു തീക്കടലിൽ കിടന്നാ നീന്തുന്നേ. അതിവിടെ ആർക്കും അറിയില്ല. എവിടെയാ അപ്പച്ച തീക്കടൽ? നമ്മുടെ അറബിക്കടലിന്റെ പരിസരത്ത് വല്ലാണോ? അല്ല, തണുപ്പ് കാലമാണല്ലോ വരുന്നത്, അവിടെ പോയി നിൽക്കാനാ? ഡാ, അപ്പച്ചെ കളിയാക്കിയാലേ ശാപദോഷം കിട്ടും. നിന്നെ ഇവനെ അവനെയൊക്കെ എടുത്തോണ്ട് നടന്നേ എന്റെ നല്ല എല്ലെല്ലാം തേഞ്ഞു കുപ്പി പോലെ ആയി. അവൻ കളിയാക്കാൻ നടക്കുന്നു. ആ വേണമെങ്കല്ലേ ലളിതേ, ലളിത ഇവിടെ ഉള്ളതല്ലേ എല്ലാവർക്കും ഒരു ഓളം. അങ്ങനെ പറ. ഞാൻ ഈ വീട്ടിലുള്ളത് കൊണ്ടാ ഈ വീടൊരു കുളം ആവാത്തത്. ആദി, അരുൺ, എവിടെയാ നിങ്ങള്? അച്ഛൻ വിളിക്കും. വരൂ അച്ഛാ. എല്ലാരും ഒന്ന് വന്നേ. അഖി, ഇങ്ങ് വന്നേ. അച്ഛാ, അമ്മ എന്തു പറഞ്ഞു അച്ഛാ? അഖി ശ്യാമയും കൂട്ടി സന്തോഷപൂർവ്വം മൂന്നാറിന് പോയിട്ട് വരാൻ വസു സമ്മതിച്ചു. നേരാണോ അച്ഛാ? നേര്. എന്റെ മക്കളാണ് സത്യം. ഇത്രയേ ഉള്ളൂ എന്റെ വസു. ഒരു ശുദ്ധഗതിക്കാരിയാ, മനസ്സിലൊന്നുമില്ല. അപ്പോ എന്റെ മക്കള് സന്തോഷത്തോടെ പോയിട്ട് വാ. മധുവിധുവിന് മലമുകളിലേക്കുള്ള യാത്ര ഇതൊടുക്കത്തെ പോക്കായിരിക്കും. തിരിച്ചു വരാത്ത പോക്ക്. ഗുരുവായൂരുണ്ണി തന്നടയിലെത്തി ഒരു നോക്ക് കാണാനായി അരികിലെത്തി. ഗുരുവായൂരുണ്ണി തന്നടയിലെത്തി. കാഞ്ചന ശോഭയിൽ ആറാടി നിന്നൊരിൻ അഞ്ജന കണ്ണനെ കണ്ടുവല്ലോ. നിനക്ക് വിസ്മയാന്നല്ലായിരുന്നു പേരിടേണ്ടിയിരുന്നത്, അപസ്വരം എന്നായിരുന്നു. ദേ മമ്മി, എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഇവക്ക് പാട്ടൊരെണ്ണമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാവല്ലോ എന്ന് കരുതുമ്പോ ദേ അപ്പൊ വരുന്നു ഫോൺ കോടാലി. ആ ഐശ്വര്യ പറയാ. ഐശ്വര്യ പറയാനുള്ളതേ ശ്രീമതി ശ്യാമ വാസുദേവന്റെ കാര്യങ്ങൾ തന്നെയാ. അവളെന്തേ ഒരു പോക്ക് പോയോ? അവളും അവനും കൂടി ഒരു ലേലത്തിന്റെ മറവില് മധുവിധു ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് പോയി. അവളുടെ ഒരു മധുവിധവും പൊലകുളിയും. അല്ല, അകമ്പടിക്കാരായിട്ട് നിങ്ങൾക്കും കൂടി പോവാൻ വയ്യായിരുന്നോ? വിടാതിരിക്കാൻ ചില വേലകളൊക്കെ ചെയ്തതാ, പക്ഷെ അത് ചെലവായില്ല. അല്ലെങ്കിലും ഐശ്വര്യയുടെ പല തന്ത്രങ്ങളും ഇപ്പൊ 8 നിലയ്ക്ക് പൊട്ടുക. എന്താ ബുദ്ധിമാന്ദ്യം സംഭവിച്ചോ? ഒന്ന് പോരുന്നത് കളിയാക്കാതെ. എന്തായാലും അവരിപ്പോ സ്വതന്ത്രരായില്ലേ. ഐശ്വര്യ കൂടി പോയിരുന്നെങ്കിൽ അവരുടെ ഹണിമൂൺ ട്രിപ്പ് തകർക്കമായിരുന്നു. അവിടെ ഞാനില്ലെങ്കിലും സാരമില്ല അരുന്ധതി. എന്നെക്കാൾ ഇരട്ടി പവറുള്ളൊരു കക്ഷിയായിരിക്കും അവരെ ഡീൽ ചെയ്യാൻ പോകുന്നത്. കൊട്ടേഷനാണോ? ഓ, കൊട്ടേഷൻ. കൊട്ടേഷൻ രീതിയൊന്നുമല്ല, എന്നാ കൊട്ടേഷനാണ് താനും. അറ്റവും മുറി മാത്രം പറയാതെ കാര്യങ്ങൾ വിശദമായിട്ട് പറ ഐശ്വര്യയെ. കാണാൻ പോകുന്ന പൂരമല്ലേ, അത് കണ്ട് തന്നെ ആസ്വദിക്കുക. അല്ലെങ്കിലേ അതിന്റെ ആ ത്രില്ലങ്ങ് പോകും. അവിടെ തേയിലത്തോട്ടത്തിൽ പലതും സംഭവിക്കും.
എന്താമേ ആരെയും നോക്കുന്നേ? അച്ഛനാണോ? അതെ മോനെ, രാവിലത്തെ പൂജ കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് വരുന്നതാണല്ലോ. വാസുവേട്ടൻ ഇത് എവിടെ പോയോ എന്തോ. അതെ, ആ ആൾത്തറയിലെ കുറെ അലവലാദികള് വായി നോക്കി ഇരിപ്പുണ്ട്. അവരുടെ കൂട്ടത്തിൽ ചെന്ന് ഇരിപ്പുണ്ടാവും. പൂജ കഴിഞ്ഞാ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആൽത്തറയിലൊക്കെ പോയി കണ്ട അലവലാദികളുടെ കൂടെ ഇരിക്കുന്നതേ നിന്റെ അച്ഛനാ. എന്റെ അച്ഛനെ അന്തസ്സും സംസ്കാരമുള്ള ആളാ. ഓ പിന്നെ സംസ്കാരമൊക്കെ ഉണ്ട്, പിന്നെ സംസാരവും ഉണ്ട്. പക്ഷേ ഒരു പ്രയോജനവും ഇല്ലെന്ന് മാത്രം. എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ. ഓ, ഏത് നേരത്താണാവോ ഈ മാരണത്തെ കെട്ടിയേക്കാവുന്ന ദുർബുദ്ധി എനിക്ക് തോന്നിയത്. എന്റെ ജയന്തി, ഒരല്പം സ്വസ്ഥത താമോളെ. മോള് അമ്മയും അച്ഛന് ഒരക്ഷരം പോലും മിണ്ടാത്തത് കൊണ്ടാ ഇവൾ ഇവിടെ കിടന്ന് വിളയുന്നത്. അച്ഛൻ വന്നല്ലോ. വാസുവേട്ടൻ എവിടെ പോയിരുന്നു? എന്തെത്ര താമസിച്ചേ? ഞാൻ നമ്മുടെ വാര്യത്തെ ചന്ദ്രനെ ഒന്ന് കാണാൻ പോയതാ. അവനെനിക്ക് കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. അത് തന്നു. വാര്യത്തെ ചന്ദ്രൻ എന്നാ കാശ് വാങ്ങിച്ചേ? അല്ല, അത് ചന്ദ്രൻ എന്ന് വാങ്ങിച്ചാലും അത് തിരിച്ചു തന്നില്ലേ? ഇക്കാലത്ത് കടം മേടിച്ചാ പലരും തിരിച്ചു കൊടുക്കാറില്ല. ഇത് വല്ല കള്ളനോട്ടുമാണോ? ഇങ്ങ് തന്നെ നോക്കട്ടെ. ഇത് കള്ളനോട്ടൊന്നും അല്ല. ഇത് 500 രൂപ എനിക്ക് വേണം. എനിക്ക് കുറെ അത്യാവശ്യങ്ങൾ ഉള്ളോണ്ടാണേ. പിടിച്ചോ. ആ കാശ് തിരിച്ചു കൊടുക്കണേ. നിങ്ങളെ കൊണ്ട് എനിക്കൊരു 10 പൈസയുടെ പ്രയോജനം ഇല്ല. ഒരു ബ്ലൗസ് വാങ്ങിക്കണമെങ്കിലേ ഞാൻ തെണ്ടണം. അതെ, എനിക്ക് കുറെ തയ്യക്കൂലി കൊടുക്കാനുള്ളതാ. അല്ലെങ്കിൽ തന്നെ അരവിന്ദേട്ടൻ എന്തിനാ എന്നെ കടിച്ചു കീറാൻ വരുന്നേ? ഞാൻ കാശെടുത്തതേ എന്റെ അമ്മായിയച്ഛന്റെ കാശിന്നല്ലേ. ഇവിടെ ഇന്ന് ഞാൻ മര്യാദയ്ക്ക് കാശ് തിരിച്ചു കൊടുക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും ഈ കാശ് ഞാൻ തരില്ല. എന്ത് ചെയ്യാനാ? സഹനശക്തി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദേവകി, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വല്ലാത്തതാ. സംഭാരം. കൈക്കെന്തു പറ്റി? ഒന്നുമില്ല. കാണിച്ചേ. ഒന്നുമില്ല. കാണിച്ചേ. അയ്യോ, കൈവെള്ളം നല്ല പൊള്ളിയ പോലെ ഉണ്ടല്ലോ. അതെ, അമ്പലത്തിലെ വലിയ വാർപ്പില്ലേ പാൽപ്പായസം ഉണ്ടാക്കുന്നത്, അതെടുത്തപ്പം ചൂടുകൊണ്ട് പൊള്ളിയതാ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. വാസുവേട്ടൻ എന്നോട് എന്തോ നുണ പറയുന്നുണ്ടല്ലോ. എന്താമേ? അച്ഛന്റെ കൈവെള്ള പൊള്ളി തിണർത്തിരിക്കാ മോനെ. ആദ്യമായിട്ട് തൂമ്പയൊക്കെ പിടിക്കുന്നവരുടെ കയ്യ് ഇങ്ങനെ പൊള്ളില്ലേ? അതുപോലെ. ഹലോ, ശ്രുതിയല്ലേ? നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഐശ്വര്യ ദേവരാജ് വർമ്മ. സർപ്രൈസ്. ഐശ്വര്യ, നിന്നെ കുറിച്ചൊരു വിവരം ഇല്ലല്ലോടി. നീ കല്യാണത്തിന് ശേഷം എന്നെ വിളിച്ചിട്ടേ ഇല്ലല്ലോ. നിനക്കും എന്നെ ഒന്ന് വിളിക്കായിരുന്നു. കോളേജ് കാലത്ത് നീയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. MBA കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാം വിട്ടടി. എല്ലാം ബിസിനസ്. അത് മതി. ആരെ തകർത്തിട്ടായാലും 10 പുത്തൻ ഉണ്ടാക്കണം. എനിക്ക് വെട്ടി ജയിച്ചിട്ട് മുന്നോട്ട് പോണം. നിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ വിളിച്ചത്. നിന്നെ കൊണ്ടേ ഒരു സഹായം എനിക്ക് വേണം. സഹായം എന്ത് വേണേലും ഞാൻ ചെയ്യാം. പക്ഷേ അത് പഴയ സൗഹൃദവുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. എന്ത് ചെയ്താലും എനിക്ക് പണം കിട്ടണം.
നീ ചോദിക്കുന്ന അത്രയും രൂപ നിനക്ക് ഞാൻ തരും. അഡ്വാൻസ് ഇപ്പൊ തന്നെ തരാം. ഓക്കെ, താങ്ക് യു. ഇനി മാറ്റർ പറയും. മൂന്നാറിലൊരു സ്പൈസസ് ഫാക്ടറി ലേലത്തിനായി എന്റെ ഭർത്താവിന്റെ അനുജനും ഭാര്യയും കൂടെ വരും. ഓ, ആഹാ. ഓപ്പോസിറ്റ് ഒരു ജഗന്നാഥനും അയാളുടെ ഭാര്യ മായയോ. അവരെന്റെ വേണ്ടപ്പെട്ടവരാ. ഓ, അത് ശരി. എന്റെ അനുജന്റെ ഭാര്യയുടെ പേര് ശ്യാമയെന്ന. ശ്യാമ. ഓഹോ. അവളെന്റെ ശത്രുവാ. അപ്പൊ അവളെ ഞാൻ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. കൊന്നേക്കണം. ഒരു മനുഷ്യജീവി പോലും അറിയരുത്. അതില്ല. ഈ ഓപ്പറേഷൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു 2 ലക്ഷം ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ മൂന്നാറിലേക്ക്. നീ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നേ? അവരേത് റിസോർട്ടിലേക്കാണ് വരുന്നതെന്ന് നീ ആദ്യം എന്നെ അറിയിക്കേ. ഞാൻ അവിടുത്തെ സ്റ്റാഫായിരിക്കും. അതെങ്ങനെ? അതൊന്നും നീ അറിയണ്ട. അതൊക്കെ എന്റെ പ്രൊഫഷണൽ സീക്രട്ടാ. ഇപ്പൊ പറയില്ല. നീ അവരുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് മെയിൽ അയക്ക്. മെയിൽ ഐ ഡി ഇപ്പൊ ഞാൻ മെസ്സേജ് ചെയ്യാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കേടാ. ശ്യാമ വളരെ എക്സൈറ്റഡ് ആണല്ലേ? അതെ സർ, ഞാനിങ്ങനെ ഒരു ദൂരയാത്ര തന്നെ ആദ്യമായിട്ടാ. എന്റെ വീട്ടിലെ സാഹചര്യമൊക്കെ സാറിന് അറിയാലോ. സ്കൂളിൽ നിന്ന് മലമ്പുഴയ്ക്കും കന്യാകുമാരിക്കും ഒക്കെ ടൂറ് പോയപ്പോ കാശില്ലാത്തോണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്റെ അച്ഛന്റെ ചെറിയ വരുമാനം കൊണ്ട് വീട്ടിലൊന്നും തികയുമായിരുന്നില്ല. അച്ഛൻ 2 അറ്റവും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി നിന്ന് ഒരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുണ്ട്. ഫീസ് കൊടുക്കാൻ വൈകിയതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട്. കൂട്ടുകാർ കളിയാക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല.